ഹായ്, എൻ്റെ പേര് ഷംസിയ. ഞാൻ ഇപ്പോൾ ആഡ്സ് ഇൻ ദ ലേണിംഗ് ഹബ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ HR എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ HR കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശ്രീസ് അക്കാദമിന്നായിരുന്നു. ഞാൻ ഓൺലൈനായിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും നെർവസ് ആവുന്ന പോലെ ഒരു ഓൺലൈൻ ക്ലാസ് കൊണ്ട് എങ്ങനെയാണ് ഈ ഒരു മാനേജീരിയൽ പോസ്റ്റിന് വേണ്ടി നമ്മൾ പഠിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബെനഫിറ്റ് ആവുമോ എന്നുള്ള ഒരുപാട് കൺഫ്യൂഷൻസും കരിയറിൽ ഒരു സ്റ്റക്കായി നിൽക്കുന്ന ഒരു മൊമെൻറ്റിലാണ് ഞാൻ HR കോഴ്സിലേക്ക് പോവാം എന്നുള്ള ഒരു ചിന്ത എനിക്ക് വരുന്നതും ഞാൻ അങ്ങനെ ശ്രീവിദ്യ മാമിൻ്റെ വീഡിയോസ് കാണുന്നതും അങ്ങനെ ഞാൻ അവിടെ കോണ്ടാക്ട് ചെയ്യാണ്. അങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ അവിടെ ഓൺലൈൻ ക്ലാസ്സിന് ചേരുന്നു. നല്ല രീതിക്ക് ടെൻഷൻ ഉണ്ട്, കാരണം ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നമ്മുടെ മൈൻഡിലുള്ള ഓൺലൈൻ ക്ലാസ് നമ്മുടെ കൊറോണ കാലത്ത് നമ്മൾ അനുഭവിച്ച ക്ലാസ്സുകളാണ്. സോ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു ഓൺലൈൻ ക്ലാസ് അവിടെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ മെയിൻ തിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും അതൊരു ഓൺലൈൻ ക്ലാസ് ആയിരുന്നു എന്നുള്ളൊരു ഫീൽ ഇല്ലാണ്ട് ഒരു ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണോ ഉണ്ടാവുക അതേപോലെ ആയിരുന്നു അവിടുത്തെ ഓൺലൈൻ ക്ലാസ്. കാരണം നമ്മളാകെ ഒരു 10 കുട്ടികളടങ്ങുന്ന ഒരു ബാച്ചായിരുന്നു എൻ്റെ ബാച്ച് എന്ന് പറയുന്നത്. അത് 10 പേര് ഞങ്ങൾ ഗേൾസും ആയിരുന്നു. ആൻഡ് ഞങ്ങളുടെ മിസ്സായിട്ട് നൗമി മാം ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 10 പേരും നമ്മൾ സ്റ്റിൽ നല്ല കണക്ഷൻസ് ഉള്ള ആൾക്കാരാണ്. അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ക്ലാസ് എന്നുള്ളതിലുപരി ഒരുപാട് കഥകളും, ഇപ്പം നൗമി മാം ആണെങ്കിൽ നമുക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് വിത്ത് എക്സ്പീരിയൻസും എക്സാമ്പിൾസും വെച്ചിട്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ആ പറഞ്ഞു തരുന്ന സംഭവങ്ങൾ കുറച്ചും കൂടി നമുക്ക് ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഞങ്ങളുടെ മൊഡ്യൂൾ എന്ന് പറയുന്നതും ഇപ്പം ഞാനൊരു HR ആയി വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതെല്ലാം നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് 100% ഷുവറാണ്. സോ എന്നെ അറിയുന്ന ആർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു HR കോഴ്സിലേക്ക് അല്ലെങ്കിൽ HR ഫീൽഡിലേക്ക് വരണം എന്ന് പറയുന്ന ആർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അക്കാദമിയാണ് ശ്രീസ് അക്കാദമി എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസസ് എന്ന് പറയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ ഒരു JD ഉണ്ടാക്കുക എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് അപ്രൈസൽ ഫോം ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു തിയറി മാത്രം പഠിക്കുന്നെങ്കിൽ നമുക്കതിൻ്റെ ഒരു കറക്റ്റ് ഫോർമാറ്റ് നമുക്ക് അറിയണ്ടാവില്ല. ബട്ട് എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും സംബന്ധിച്ചിട്ട് ആ ഒരു എക്സ്പീരിയൻസ് അത് ചെയ്ത് കാണിക്കുന്നത് നമുക്ക് കുറച്ചും കൂടി നമുക്ക് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആക്കാനായിട്ട് നമ്മളെ കരിയറിൽ, കാരണം ഒരു HR ആയിട്ട് ഇരിക്കുന്ന സമയത്ത് JD ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇന്ന് നമ്മൾ ഏറ്റവും വലിയൊരു കണക്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ലിങ്ക്ഡിൻ എന്ന് പറയുന്നത്. ഞാനൊക്കെ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ലിങ്ക്ഡിൻ എന്താണെന്ന് പോലും അറിയാത്ത ഒരാളായിരുന്നു. അവിടുന്ന് നൗമി മാമിൻ്റെ ക്ലാസ്സും കാര്യങ്ങളും കേട്ടതിന് ശേഷമാണ് ലിങ്ക്ഡിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഓൺലൈൻ ക്ലാസ് ആവുന്ന സമയത്ത് നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ എക്സാം എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഞങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടുള്ള ഓൺലൈനായിട്ട് അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു വൈവേ ഉണ്ടാവും മാമിൻ്റെ വക. ആക്ച്വലി ആ ഒരു വൈവേ സെഷൻ വളരെയധികം നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ക്യൂരിയോസിറ്റിയും ടെൻഷനും ഒക്കെ ആയിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. ബട്ട് ഞങ്ങളെല്ലാവരും നല്ല രീതിക്ക് തന്നെ അത് ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ തന്നെ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് നമ്മുടെ HR കോഴ്സിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് UAE ലേബർ ലോസും വിസ പ്രോസസ്സിങ്ങും കാര്യങ്ങളെല്ലാം നമുക്ക് സിബിൻ സാർ